ഗുഡ് മോർണിംഗ്. ഇന്ന് കുറച്ച് സങ്കടത്തിലാണ്. വേറൊന്നുമല്ല, എൻ്റെ വണ്ടി പഞ്ചറായി. പ്രാക്ടീസിൻ്റെ ഇടയിൽ വണ്ടി പഞ്ചറായിട്ടുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടീസ് പ്രോപ്പറായിട്ട് നടക്കത്തില്ല. ഒന്നാമത് ഇപ്പോൾ രാജ്പഥത്തിൽ പോയിട്ടുള്ള പ്രാക്ടീസ് ആണല്ലോ. അപ്പോൾ അതിനിടയിൽ വേറൊരു ചെറിയ പണി കൂടി എനിക്ക് പറ്റി. കാരണം എല്ലാവർക്കും ഞങ്ങൾ പറഞ്ഞല്ലോ 40 പുതിയ വണ്ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഞങ്ങൾ പുതിയ വണ്ടിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹാത്ത് ചോട്ടനെ വാല ഇവൻ്റ് ആണല്ലോ, എണീറ്റ് നിന്നിട്ടുള്ള ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ സ്പീഡ് ഫിക്സ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ഫിക്സ് ചെയ്ത് വെക്കാനാണെങ്കിൽ പുതിയ വണ്ടിയിൽ ഓപ്ഷനും ഇല്ല. അതായത് പുതിയ എഞ്ചിൻ ആയതുകൊണ്ടോ എന്താണെന്ന് അറിയത്തില്ല, വണ്ടി സ്പീഡ് ഫിക്സ് ചെയ്ത് വെക്കുന്ന സമയത്ത് അത് പ്രോപ്പറായിട്ട് ഫിക്സ് ആവുന്നില്ല. ആ സ്പീഡിൽ നമ്മൾ 25 നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അത് പിന്നെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി 26, 27 അങ്ങനെ കൂടി വരിക. അപ്പോൾ നമുക്ക് എണീറ്റ് നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട്. കാരണം സ്പീഡ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് അപകട സാധ്യത കൂടുതലാണ്. ഒരു സ്പീഡിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. പക്ഷേ പുതിയ വണ്ടിയിൽ 4 ഇവൻ്റാണ് ഞങ്ങളുടെ കൈ വിട്ടിട്ടുള്ള ഇവൻ്റ് ഉള്ളത്. ഒന്ന് എൻ്റെത്, ഒന്ന് മാഡത്തിൻ്റെത്, ഒന്ന് നീലം ദീദിയുടേത്, പിന്നെ ഒന്ന് രാഖിയുടേത്. ഞങ്ങൾ കുറേ അതിൽ പ്രാക്ടീസ് ചെയ്ത് നോക്കി, മാക്സിമം നോക്കി. പക്ഷേ ഒരു കണക്കിനും എന്താവുന്നില്ല, സംഭവം നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ DIG സാറോട് റിക്വസ്റ്റ് ചെയ്തു ഈ 4 ഇവൻ്റ് മാത്രം. ബാക്കിയൊക്കെ നമുക്ക് ഹാൻഡിൽ പിടിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. വെയിറ്റുള്ള എത്ര വലിയ ഇവൻ്റ് ആണെങ്കിൽ പോലും അതൊക്കെ സ്മൂത്തായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഹാൻഡിൽ വിട്ടിട്ടുള്ള ഒരു പരിപാടി നടക്കുന്നില്ല. വേറൊന്നും കൊണ്ടില്ല, ഈ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഒരു സ്പീഡിൽ ഫിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഓക്കെ, നമുക്ക് അത് എത്ര രീതിയിൽ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും എത്ര കിലോമീറ്റർ വേണമെങ്കിലും എണീറ്റ് നിന്നിട്ട് ഓടിച്ചുകൊണ്ട് പോവാം. പക്ഷേ ഇത് നടക്കുന്നില്ല പുതിയ വണ്ടി ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് 4 പേർക്ക് മാത്രമായിട്ട് പഴയ വണ്ടി തന്നെ ഇഷ്യൂ ചെയ്തു. കാരണം പഴയ വണ്ടിയിലെ പഴയ എഞ്ചിൻ ആയതുകൊണ്ട് നമ്മളെ ഒരു ഫിക്സിൽ വെക്കുമ്പോൾ ആ ഒരു ഫിക്സിൽ തന്നെ അത് കാർബറേറ്റ് വഴിയോ അല്ലെങ്കിൽ പിന്നെ ത്രെഡ് വഴിയോ ഏത് വഴിയാണെങ്കിലും ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫിക്സിൽ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പഴയ വണ്ടി, ഇപ്പം മാഡത്തിൻ്റെ വണ്ടിയാണ്, നീലം ദീദിയുടെ പഴയ വണ്ടി തന്നെ എടുത്തു. രാഖിയതാ അവളുടെ വണ്ടിയിൽ പ്രാക്ടീസ് തുടങ്ങി. ഇതാണിപ്പോൾ ഞാൻ പഴയ വണ്ടി വീണ്ടും എടുത്തിരിക്കുകയാണ്. പഴയ വണ്ടിയിൽ പ്ലേറ്റൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ട് ഗുരുജി ടയർ ഫിറ്റ് ചെയ്യുകയാണ് വണ്ടിയിൽ. പുറത്ത് വരുന്ന സൺഡേ ആയത് കാരണം അല്ലെങ്കിൽ ഇവിടെ തന്നെ ഫിറ്റർ സാർമാർ സെറ്റ് ചെയ്ത് തരാറുള്ളതാണ്. ഇതിപ്പോൾ പുറത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നതാണ്. ഗുരുജി ഇതാ ഇട്ടിട്ടുണ്ട്, ടയർ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യും. ഇനി വേണം നമുക്ക് 2 പേർക്കും പ്രാക്ടീസ് ചെയ്യാൻ. ഫുഡ് പോലും കഴിച്ചിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. കാരണം ഇനി ആകെ ഒരു 1 വീക്ക് എത്രയും നമുക്ക് പ്രതീക്ഷിക്കണം. 1 വീക്ക് പോലും നമുക്ക് കിട്ടത്തില്ല ഫുൾ പ്രാക്ടീസ്. കാരണം 23 ആകുമ്പോഴത്തേക്ക് ഫുൾ റിഹേഴ്സൽ പ്രാക്ടീസ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗാഡി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ മാക്സിമം ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നാളെ കർത്തവ്യപഥത്തിൽ പോയിട്ട് ബാക്കി ചെയ്യാം എന്ന് വിചാരിക്കാം. അത് കുഴപ്പമൊന്നുമില്ല, നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ സെറ്റായിട്ട് കാണാം. ബൈ.